ഹൈക്കോടതിയുടെ നിയന്ത്രണങ്ങളെ തുടർന്ന് 2 വരിയായ ആനകളെ എഴുന്നള്ളിച്ച് തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രം. ആനകളുടെ എണ്ണം കുറയ്ക്കാതെ തന്നെ 15 ആനകളെ നിരത്തിയാണ് ശീവേലി നടത്തിയത്. അടുത്ത 8 ദിവസവും 2 നേരം വീതം ഇതേ നിലയിൽ ആനകളെ എഴുന്നള്ളിക്കും. ഇതിനിടെ ഹൈക്കോടതി നിയന്ത്രണങ്ങൾക്കെതിരെ ഭക്തർ രംഗത്ത് വന്നു. എഴുന്നള്ളത്തിന് മുൻപ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ക്ഷേത്രത്തിലെത്തി ആനകളെ നിർത്തി 3 മീറ്റർ വീതം അകലം പാലിച്ച് മാർക്ക് ചെയ്ത് നൽകി. നേരത്തെ 15 ആനകൾ നിന്നിരുന്ന ആനക്കൊട്ടിലിൽ നിർത്താൻ കഴിഞ്ഞത് 6 ആനകളെ മാത്രം. ക്ഷേത്രത്തിന്റെ വടക്കേ മതിൽക്കെട്ട് വരെ ആനകളെ നിരത്തി നിർത്തി എഴുന്നള്ളത്ത് നടത്താനാണ് ആദ്യം ആലോചിച്ചത്. എന്നാൽ പിന്നീട് ഇത് മാറ്റി 2 വരിയാക്കി നിർത്തി ദൂരപരിധി പാലിക്കാൻ തീരുമാനിച്ചു. മുൻകാലങ്ങളിലെല്ലാം തന്നെ ഈ ആനക്കൊട്ടിലാണ് 15 ആനകളെയും ഒരുമിച്ച് നിർത്തിയിരുന്നത്. ഇപ്പോൾ ഹൈക്കോടതിയുടെ മാർഗരേഖ പ്രകാരം അതിന് കഴിയുന്നില്ല. അതുകൊണ്ട് 2 വരിയായി മുൻപിലും പുറകിലുമായാണ് ആനകളെ എഴുന്നള്ളിച്ചിരിക്കുന്നത്. ആദ്യ വരിയിൽ 9 ആനകളും പുറകിലെ വരിയിൽ 5 ആനകളും 3 മീറ്റർ വീതം അകലം പാലിച്ചുകൊണ്ട് വനം വകുപ്പ് അളന്ന് നൽകിയ സ്ഥലത്താണ് ഇപ്പോൾ ഈ ആനകളെ എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായിട്ട് 15 ആന നല്ല തടിയുള്ള ആനകളൊക്കെ ഇതിനുള്ളിൽ തന്നെ നിന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ കോടതിയുടെ പരാമർശങ്ങൾക്ക് നമുക്കത് ലംഘിക്കാൻ പറ്റില്ല. നിയന്ത്രണങ്ങൾ ഉത്സവത്തിന്റെ മാറ്റ് കുറച്ചുവെന്ന് ഭക്തർ. ഈ കാഴ്ചകൾ എന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ആഹ്ലാദം എനിക്ക് തരുന്നു. എന്നുവെച്ചാൽ ഒരു ആനയുടെ പുറകിൽ കൊണ്ടുപോയി കുറെ ആനകളെ നിർത്തുന്നതുകൊണ്ട് എന്താണ് സന്തോഷം. കൊച്ചി രാജാവിൻ്റെതായിരുന്നു പൂർണ്ണത്രയീശ ക്ഷേത്രം. ഇന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലാണ്. ഇവിടെ പഴയ പല ആചാരങ്ങളും അതേപടി തുടർന്നു പോരുന്നുണ്ട്. ഉത്സവത്തിന് തിടമ്പേറ്റുമ്പോൾ തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഉദ്യോഗസ്ഥരെത്തി ഗാർഡ് ഓഫ് ഓണർ നൽകും. ഡിസംബർ 6-നാണ് ആറാട്ടോടെ ഉത്സവം അവസാനിക്കുന്നത്. അതുവരെ എല്ലാ ദിവസവും 15 ആനപ്പുറത്ത് എഴുന്നള്ളത്തുമുണ്ടാകും. ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.